പെരുവെമ്പ് ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ചാന്താഭിഷേകം മഹോത്സവം ഡിസംബർ 25 മുതൽ 29 വരെ നടത്തും. വ്യാഴാഴ്ച രാവിലെ നിറമാല വിളക്ക് നടക്കും. രാത്രി സംഗീത കച്ചേരി, ഭഗവതി എഴുന്നള്ളത്ത്, ദീപാരാധന എന്നിവയും നടക്കും. ദിവസവും രാവിലെ നിറമാല വിളക്ക് നടക്കും. 26-ന് ഡബിൾ തായമ്പകയും ഇടയ്ക്ക പ്രദക്ഷിണവും, 27-ന് ഓട്ടൻതുള്ളലും ചാക്യാർകൂത്തും, 28-ന് ഉദയാസ്തമന പൂജ, ലളിതാ സഹസ്രനാമ പാരായണം, തുടർന്ന് കളഭാഭിഷേകം, ഉച്ചപൂജ, ഓട്ടൻതുള്ളലും ചാക്യാർകൂത്തും നടക്കും. 29-ന് ചാന്താഭിഷേക മഹോത്സവത്തിന്റെ ഭാഗമായി ഗണപതി ഹോമം, ഉഷപൂജ, മലർ നിവേദ്യം തുടങ്ങിയവ നടക്കും. കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവ വൈകിട്ട് അരങ്ങേറും. ഗംഭീര തായമ്പക, ഭഗവതി എഴുന്നള്ളത്ത്, പ്രസാദ വിതരണം, ദീപാരാധന എന്നിവയോടെ ഉത്സവത്തിന് സമാപനമാകും. തിരുവാലത്തൂർ ശിവൻ മാരാരാണ് ഈ വർഷത്തെ വാദ്യത്തിന് നേതൃത്വം നൽകുന്നത്. തേക്കിന്റെ ഇളം തടി കത്തിച്ച് പ്രത്യേക രീതിയിൽ പുക ബാഷ്പീകരിച്ച് സ്ഫുടം ചെയ്തുണ്ടാക്കുന്ന ദ്രവ്യമാണ് ചാന്ത്. നെന്മാറ വിത്തനശ്ശേരി മന്നാടിയാർ കുടുംബമാണ് വർഷങ്ങളായി ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള ചാന്ത് കൊണ്ടുവരുന്നത്. മലബാറിൽ നിത്യവും ചാന്താട്ടം നടത്തുന്ന ഏക ക്ഷേത്രമാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രമെന്ന് ക്ഷേത്രം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ കെ നബിദാസ്, നടുവത്ത് അച്യുതൻ, മാന്നാട്ടിൽ മോഹനൻ, മാനേജർ ഈശ്വരൻ നമ്പൂതിരി, ക്ലർക്ക് രാജൻ മാരാർ എന്നിവർ വിശദീകരിച്ചു. പെരുവമ്പ ശ്രീ ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ചാന്താഭിഷേക മഹോത്സവം ഡിസംബർ 29 തിങ്കളാഴ്ചയാണ് നടക്കുന്നത്. ഇതിൻ്റെ ഐതിഹ്യമെന്ന് പറഞ്ഞാൽ, പെരുവമ്പിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 101 ക്ഷേത്രവും 101 കുളങ്ങളും ഉണ്ടെന്നാണ് പഴയകാലത്തെ ഐതിഹ്യം. അതിലെ ഇന്നിപ്പോൾ ജീർണിച്ച് പലതും നഷ്ടമായിട്ടുണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായി നിലകൊള്ളുന്നതാണ് പെരുവമ്പ ശ്രീ ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് ചാന്താഭിഷേക മഹോത്സവമാണ്. അപ്പോൾ ചാന്ത് നേരിട്ട് ഭക്തജനങ്ങൾ തന്നെ ഭഗവതിക്ക് സമർപ്പിച്ച് അതിൻ്റെ നാളികേരവും പ്രസാദവും ഉടച്ചു വാങ്ങി നേരിട്ട് ഭഗവതിയുടെ മുമ്പിൽ പോയി നടത്തുന്ന ഒരു പ്രക്രിയയാണ് ചാന്താഭിഷേകം. എല്ലാവർക്കും ഭക്ഷണം, അന്നദാനത്തിൻ്റെ കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കാൻ നമ്മൾ വളണ്ടിയേഴ്സിനെ ഇവിടെ വെച്ചിട്ടുണ്ട്. പോലീസ് സഹായം മാത്രമല്ല, നമ്മൾ ദേവസ്വം സെക്യൂരിറ്റി വളണ്ടിയേഴ്സിനെ വെച്ചിട്ടുണ്ട്. പണ്ടത്തെ ഊരാളന്മാർ എന്നുള്ള ഇതിൽ മന്നാട്ടിൽ തറവാടും നടുവത്തെ തറവാടും, അതിലിപ്പോൾ ഞങ്ങൾ 2 പേരാണ് പാരമ്പര്യ ട്രസ്റ്റികൾ. എൻ്റെ പേര് അച്യുതൻ, മൂപ്പരുടെ പേര് മോഹനൻ. ഞാൻ നടുവത്തെ തറവാട്ടിനെ പ്രതിനിധീകരിക്കണം. മൂപ്പര് മോഹനൻ മന്നാട്ടിലെ തറവാടിനെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ബാക്കിയുള്ള ഇപ്പോൾ 2008 ശേഷം നമ്മുടെ ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത ശേഷം ഇതിപ്പോൾ ദേവസ്വം ബോർഡിന് കീഴിലാണ്, മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.